PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരാഫെഡ് അസിസ്റ്റന്റ്, അപ്പെക്സ് സൊസൈറ്റീസ് LDC തുടങ്ങിയ ഏപ്രിൽ 23 നടക്കാനിരിക്കുന്ന എക്സാമിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാമത്തെ മൊഡ്യൂളിലെ ആദ്യത്തെ ടോപ്പിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ കേരള. ഇത് കേരാഫെഡ് എക്സാമിന് മാത്രമല്ല, കോപ്പറേറ്റീവ് ബാങ്ക് എക്സാം ഉൾപ്പെടെ കോപ്പറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ എക്സാമുകൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ കേരള എന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. കേരളത്തിൻ്റെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ ഏറ്റവും മുകളിൽ വരുന്നത് ഗവൺമെൻറ്, അതായത് മിനിസ്റ്റർ ഓഫ് കോപ്പറേഷൻ, വകുപ്പ് മന്ത്രിയാണ് ഏറ്റവും മുകളിൽ വരുന്നത്. അതിന് താഴെ സ്പെഷ്യൽ സെക്രട്ടറി ഓഫ് കോപ്പറേഷൻ. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ സെക്രട്ടേറിയറ്റിൽ ഏകീകരിക്കുന്നത് സ്പെഷ്യൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഒരു IAS റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും. സ്പെഷ്യൽ സെക്രട്ടറിയുടെ താഴെ വരുന്നത് RCS, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. സ്പെഷ്യൽ സെക്രട്ടറിയുടെ കീഴിൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും രജിസ്ട്രാറാണ്. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് രജിസ്ട്രാറാണ്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് രജിസ്ട്രാർ. അതുപോലെ ടെക്നിക്കൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് രജിസ്ട്രാർ തന്നെയാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ 2 വിങ്ങുകൾ ആണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് ജനറൽ അഡ്മിനിസ്ട്രേഷനും മറ്റേത് ഓഡിറ്റും. ജനറൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഹെഡ് RCS ആണ്. ഓഡിറ്റ് വിങ്ങിൻ്റെ ഹെഡ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അല്ലെങ്കിൽ DCA. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് 2 തലങ്ങളിലാണ്. ഒന്ന് ജനറൽ അഡ്മിനിസ്ട്രേഷൻ, രണ്ടാമത്തേത് ഓഡിറ്റ്. ജനറൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഹെഡ് എന്ന് പറയുന്നത് RCS, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓഡിറ്റ് വിങ്ങിൻ്റെ ഹെഡ് DCA അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ആദ്യം ജനറൽ അഡ്മിനിസ്ട്രേഷൻ നോക്കാം. ജനറൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഹെഡ് RCS ആണ്, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇദ്ദേഹം IAS റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം. കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിൻ്റെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. RCS IAS ഉദ്യോഗസ്ഥനായിരിക്കണം എന്ന് പറഞ്ഞത് VL മേത്തയാണ്. RCSനെ നിയമിക്കുന്നത് ഗവൺമെൻറ്റാണ്. സംസ്ഥാന സഹകരണ നിയമം, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 സെക്ഷൻ 3 RCSൻ്റെ നിയമനത്തെക്കുറിച്ച് പറയുന്നത്. സംസ്ഥാന സഹകരണ നിയമം വകുപ്പ് 2(p) രജിസ്ട്രാറുടെ ഡെഫിനിഷൻ പറയുന്നത് ജനറൽ അഡ്മിനിസ്ട്രേഷനിൽ രജിസ്ട്രാറിനെ സഹായിക്കാൻ, RCSനെ സഹായിക്കാൻ 4 അഡീഷണൽ രജിസ്ട്രാർമാരും 2 ജോയിൻ്റ് രജിസ്ട്രാർമാരുമുണ്ട്. അഡീഷണൽ രജിസ്ട്രാർമാരിൽ 4 പേരും ഓരോരോ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. അഡീഷണൽ രജിസ്ട്രാർ ക്രെഡിറ്റ് വിങ്, അഡീഷണൽ രജിസ്ട്രാർ കൺസ്യൂമർ വിങ്, അഡീഷണൽ രജിസ്ട്രാർ ജനറൽ വിങ്, അഡീഷണൽ രജിസ്ട്രാർ ICDP. അതുപോലെ ജോയിൻ്റ് രജിസ്ട്രാർമാരും ജോയിൻ്റ് രജിസ്ട്രാർ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ്, ജോയിൻ്റ് രജിസ്ട്രാർ SC/ST. 2 ജോയിൻ്റ് രജിസ്ട്രാർമാർ കൂടി RCSനെ സഹായിക്കാനുണ്ട്. ഒരു ആൾ ഇൻചാർജ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, രണ്ടാമത്തെ ജോയിൻ്റ് രജിസ്ട്രാർ ഇൻചാർജ് ഓഫ് SC/ST കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അഡീഷണൽ രജിസ്ട്രാർമാർ കൈകാര്യം ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡീഷണൽ രജിസ്ട്രാർ ജനറൽ വിങ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാരുടെ കാര്യങ്ങൾ, അച്ചടക്ക നടപടി തുടങ്ങിയ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അഡീഷണൽ രജിസ്ട്രാർ ക്രെഡിറ്റ് വിങ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, പാക്സ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, മറ്റ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, അതുപോലെ SCU, മറ്റ് പൊതു വിഷയങ്ങൾ എന്നിവ സംബന്ധിച്ച കാര്യങ്ങളാണ് അഡീഷണൽ രജിസ്ട്രാർ ക്രെഡിറ്റ് വിങ് കൈകാര്യം ചെയ്യുന്നത്. അഡീഷണൽ രജിസ്ട്രാർ കൺസ്യൂമർ വിങ് ഉപഭോക്തൃ സഹകരണ സംഘങ്ങൾ, കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, വിദ്യാഭ്യാസ സഹകരണ സംഘങ്ങൾ, ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, മറ്റ് പലവക സംഘങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അടുത്തത് അഡീഷണൽ രജിസ്ട്രാർ ICDP. സംയോജിത സഹകരണ വികസന പദ്ധതി സംബന്ധിച്ച കാര്യങ്ങൾ, സഹകരണ വിജിലൻസ് വിഭാഗം,
വകുപ്പ് ജീവനക്കാരെ സംബന്ധിക്കുന്നവ ഒഴികെ തുടങ്ങിയ വിഷയങ്ങൾ വിവരാവകാശ നിയമപ്രകാരം അപ്പലേറ്റ് അതോറിറ്റിയായും അഡീഷണൽ രജിസ്ട്രാർ ICDP പ്രവർത്തിക്കുന്നു. 2 ജോയിന്റ് രജിസ്ട്രാർമാർ കൂടി RCSനെ സഹായിക്കാനുണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തെയാൾ ജോയിന്റ് രജിസ്ട്രാർ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, കാർഷിക ഉൽപ്പന്ന സംഭരണം, വാർഷിക പദ്ധതി സംബന്ധിച്ച വിഷയങ്ങൾ എന്നിവയാണ് കൈകാര്യം ചെയ്യുന്നത്. രണ്ടാമത്തെ ജോയിന്റ് രജിസ്ട്രാർ SC/ST സഹകരണ സംഘങ്ങളെ സംബന്ധിച്ച വിഷയങ്ങൾ, സഹകരണ സംഘം ജീവനക്കാരെ സംബന്ധിച്ച വിഷയങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നു. ഇവരെ കൂടാതെ ഒരു ഫിനാൻസ് ഓഫീസറും ലോ ഓഫീസറും റിസർച്ച് ഓഫീസറും RCSനെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. സഹകരണ സംഘം രജിസ്ട്രാർക്ക് ധനസംബന്ധമായ കാര്യങ്ങളിൽ ഉപദേശം നൽകുന്നതിന് ധനകാര്യ വകുപ്പിൽ നിന്ന് ഒരു ഫിനാൻസ് ഓഫീസറും അതുപോലെ നിയമസംബന്ധമായ കാര്യങ്ങളിൽ ഉപദേശം നൽകുന്നതിനായി നിയമവകുപ്പിൽ നിന്ന് ഒരു ലോ ഓഫീസറും കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കുന്നതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു റിസർച്ച് ഓഫീസറും RCSനെ സഹായിക്കുന്നു. സംസ്ഥാന സഹകരണ യൂണിയൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ നടത്തുന്ന ട്രെയിനിങ് കോളേജസിൻ്റെ പ്രിൻസിപ്പാൽമാരായി 9 ഡെപ്യൂട്ടി രജിസ്ട്രാർമാരും 23ഓളം വരുന്ന കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാർ ലെക്ചറർമാരായും പ്രവർത്തിക്കുന്നു. ട്രെയിനിങ് അല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട രജിസ്ട്രാർ എപ്പോഴും ഡെപ്യൂട്ടി രജിസ്ട്രാർ ആയിരിക്കും. നമുക്കറിയാം കോഓപ്പറേറ്റീവ് എക്സാമിനേഷൻ ബോർഡിൻ്റെ സെക്രട്ടറി ഡെപ്യൂട്ടി രജിസ്ട്രാർ ആണ്. അതുപോലെ ദ റാങ്ക് ഓഫ് കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പാൽ എന്ന് പറയുന്നതും ഡെപ്യൂട്ടി രജിസ്ട്രാർ ആണ്. കോഓപ്പറേറ്റീവ് മേഖലയിലെ അഴിമതിയും മറ്റും തടയുന്നതിന് ഒരു വിജിലൻസ് വിങ് സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഹെഡ് ഡെപ്യൂട്ടി രജിസ്ട്രാർ ആണ്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ള പരാതികൾ കൈകാര്യം ചെയ്യുന്നത് ഡെപ്യൂട്ടി രജിസ്ട്രാർ ആണ്. വിജിലൻസ് ഓഫീസിൻ്റെ ഹെഡ് DIGയെ അസിസ്റ്റ് ചെയ്യുന്നതിന് 3 DYSPമാർ, 3 സർക്കിൾ ഇൻസ്പെക്ടർമാരും അവരെ സഹായിക്കാൻ പോലീസ് കോൺസ്റ്റബിൾസും ഉണ്ട്. സംസ്ഥാനത്തെ വിജിലൻസ് വിങ്ങിന് 3 സോണൽ ഓഫീസുകളാണുള്ളത്. 1 ആലപ്പുഴ, 2 തൃശ്ശൂർ, 3 കണ്ണൂർ. വിജിലൻസ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. വിജിലൻസ് ഓഫീസർ DIG അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം. ഇദ്ദേഹം RCSൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലാണ്. രജിസ്ട്രാർ റെഫർ ചെയ്യുന്ന കേസുകളാണ് വിജിലൻസ് ഓഫീസർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. വിജിലൻസ് ഓഫീസർ ഷാൽ ബി അണ്ടർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ദ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് വിജിലൻസ് ഓഫീസർ ഷാൽ ബി ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേറ്റ് ലെവലിലുള്ള ജനറൽ അഡ്മിനിസ്ട്രേഷനിൽ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജനറൽ അഡ്മിനിസ്ട്രേഷനിൽ പഠിക്കേണ്ടത്. ഡിസ്ട്രിക്റ്റ് ലെവൽ നോക്കുകയാണെങ്കിൽ ജനറൽ അഡ്മിനിസ്ട്രേഷൻ വിങ്ങിൻ്റെ ജില്ലാതല അധികാരിയാണ് ജോയിൻറ്റ് രജിസ്ട്രാർ. ജില്ലാതലത്തിലും ജനറൽ അഡ്മിനിസ്ട്രേഷന് 2 വിങ്ങുകളുണ്ട്, ജനറൽ വിങ്ങും ഓഡിറ്റ് വിങ്ങും. ജനറൽ വിങ്ങിൻ്റെ ഹെഡാണ് ജോയിൻറ്റ് രജിസ്ട്രാർ. ഓഡിറ്റ് വിങ്ങിൻ്റെ ഹെഡാണ് ജോയിൻറ്റ് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ്. ജോയിൻറ്റ് രജിസ്ട്രാറുടെ കൂടെ ജില്ലാതലത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നതിന് ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാറും ജില്ലാതലത്തിലുള്ള പ്ലാനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതിന് ഒരു അസിസ്റ്റന്റ് രജിസ്ട്രാറും പ്രവർത്തിക്കുന്നു. കൂടാതെ 1 അസിസ്റ്റന്റ് രജിസ്ട്രാർ ഫോർ SC/ST ഫോർ ഡിസ്ട്രിക്ട് ലെവൽ. സ്റ്റേറ്റ് ലെവലിലുള്ള SC/ST സൊസൈറ്റികളുടെ പ്രവർത്തനം നടത്തുന്നത് ജോയിൻറ്റ് രജിസ്ട്രാറാണ്. ഡിസ്ട്രിക്ട് ലെവലിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ. കൂടാതെ ജില്ലാതലത്തിൽ ജോയിൻറ്റ് രജിസ്ട്രാറുടെ കൂടെ ഒരു അസിസ്റ്റന്റ് രജിസ്ട്രാർ ലൈസൺ ഓഫീസറായും വർക്ക് ചെയ്യുന്നു. അടുത്ത താലൂക്ക് വൈസ് താലൂക്ക് ലെവലിൽ നോക്കിയാൽ ജനറൽ വിങ്ങിൻ്റെ ഹെഡ് അസിസ്റ്റന്റ് രജിസ്ട്രാറാണ്. ഓഡിറ്റ് വിങ്ങിൻ്റെ ഹെഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ്. ജനറൽ അഡ്മിനിസ്ട്രേഷൻ വിങ്ങിൻ്റെ സ്റ്റേറ്റ് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ, താലൂക്ക് ലെവൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് രണ്ടാമത്തെ വിങ് ഓഡിറ്റ് വിങ്. ഓഡിറ്റ് വിങ്ങിൻ്റെ ഹെഡാണ് DCA അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ്. DCAനെ നിയമിക്കുന്നത് ഗവൺമെൻറ്റാണ്. എന്നാൽ RCSൻ്റെ ഭരണപരമായ നിയന്ത്രണത്തിന് കീഴിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് DCAനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്, ബട്ട് RCSൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലാണ്. കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 സെക്ഷൻ 63 വകുപ്പ് 63
ഡി സി എനെ കുറിച്ച് പറയുന്നത്. ഡി സി എൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ പറയുന്നത് സെക്ഷൻ 63-ലാണ്. ഡി സി എ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിൽ ഡെപ്യൂട്ടി അക്കൗണ്ടൻറ്റ് ജനറൽ റാങ്കിലോ അല്ലെങ്കിൽ IAS റാങ്കിലോ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം. കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് DCA ആണ്. RCSൻ്റെ ഓഫീസിനോടൊപ്പം തന്നെയാണ് ഓഡിറ്റ് ഡയറക്ടർ ഓഫീസും പ്രവർത്തിക്കുന്നത്. DCAയുടെ താഴെ അഡീഷണൽ ഡയറക്ടർ ഓഡിറ്റ്, ജോയിൻറ്റ് ഡയറക്ടർ ഓഡിറ്റ്, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഡിറ്റ്, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റ് എന്നിവർ പ്രവർത്തിക്കുന്നു. അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സഹകരണ മേഖലയിലെ ബോർഡുകൾ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, ഡെപ്യൂട്ടി ഡയറക്ടർ തസ്തികയ്ക്ക് മുകളിൽ വരുന്ന ഉദ്യോഗസ്ഥർ ഓഡിറ്റ് ചെയ്യുന്ന സംഘങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ട് ഇതെല്ലാം അംഗീകരിക്കുന്നത് അഡീഷണൽ ഡയറക്ടർ ഓഫ് ഓഡിറ്റ് ആണ്. അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെയും സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും സഹകരണ മേഖലയിലെ ബോർഡുകളുടെയും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെയും ഡെപ്യൂട്ടി ഡയറക്ടർ തസ്തികയ്ക്ക് മുകളിൽ വരുന്ന ഉദ്യോഗസ്ഥർ ഓഡിറ്റ് ചെയ്യുന്ന സംഘങ്ങളുടെയും ഓഡിറ്റ് റിപ്പോർട്ട് അംഗീകരിക്കുന്നത് അഡീഷണൽ ഡയറക്ടർ ഓഫ് ഓഡിറ്റ് ആണ്. അടുത്തത് ജൂനിയർ ഓഡിറ്റർ തസ്തികയ്ക്ക് മുകളിലുള്ളതും ജോയിൻറ്റ് ഡയറക്ടർ തസ്തികയ്ക്ക് താഴെയുള്ളതുമായ സമകാല ഓഡിറ്റർമാർ ഓഡിറ്റ് ചെയ്യുന്ന സഹകരണ സംഘങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ട് അംഗീകരിക്കുന്നത് ജോയിൻറ്റ് ഡയറക്ടർ ഓഫ് ഓഡിറ്റ് ആണ്. ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഓഡിറ്റ് റിപ്പോർട്ട് അംഗീകരിക്കുന്നത് ബൈലോ പ്രകാരം ഏത് ജില്ലയിലാണോ ആ ഒരു സൊസൈറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ആ ജില്ലയിലെ ജോയിൻറ്റ് ഡയറക്ടറാണ് അംഗീകരിക്കേണ്ടത്. നമുക്കറിയാം ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് മോർ ദാൻ 1 ഡിസ്ട്രിക്റ്റ് ആണ്. ബൈലോ പ്രകാരം ഏത് ജില്ലയിലാണോ ഹെഡ് ക്വാർട്ടേഴ്സ് ആ ജില്ലയിലെ ജോയിൻറ്റ് ഡയറക്ടർ ഓഫ് ഓഡിറ്റ് ആണ് ആ സംഘത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് അംഗീകരിക്കേണ്ടത്. അതുപോലെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് അംഗീകരിക്കേണ്ടതും ജോയിൻറ്റ് ഡയറക്ടർ ഓഫ് ഓഡിറ്റ് ആണ്. അടുത്തത് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഓഡിറ്റ്. മേൽപ്പറഞ്ഞ സഹകരണ സംഘങ്ങൾ ഒഴികെയുള്ള എല്ലാ യൂണിറ്റ് ഓഡിറ്റുകളും ജൂനിയർ ഓഡിറ്റർമാർ നിർവഹിക്കുന്ന സമകാലീന ഓഡിറ്റുകളും സർട്ടിഫൈ ചെയ്യുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഓഡിറ്റ് ആണ്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഡിറ്റ് വിങ്ങിലുള്ള സ്റ്റേറ്റ് ലെവലും ഡിസ്ട്രിക്ട് ലെവലും താലൂക്ക് ലെവലിലുമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടി, RCSൻ്റെ ഓഫീസിന് കീഴിൽ ഒരു സഹകരണ ഇൻഫർമേഷൻ ബ്യൂറോ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഇൻചാർജ് അഡീഷണൽ രജിസ്ട്രാർ ICDPക്കാണ്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീകരണമാണ് സഹകരണ വീതി. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1977 ഈ ഒരു മാസിക പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയത്. ചില ബുക്കിൽ 1978 എന്നും കാണുന്നുണ്ട്. കൂടുതലും കാണുന്നത് 1977 കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീകരണമാണ് സഹകരണ വീതി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ കേരള, സ്റ്റേറ്റ് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ ആൻഡ് താലൂക്ക് ലെവൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്